ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സുഫ്വാൻ. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒരു അൺബോക്സിങ്ങുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ അൺബോക്സിങ് ഡിവൈസ് എന്താണെന്ന് വെച്ചാൽ സാംസങ്ങിൻ്റെ ബഡ്സ് ആണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഒരു ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ ആണിത്. സാംസങ് എന്ന കമ്പനിയുടേതാണ് ഈ ഒരു ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ. സാംസങ് ഇതിനു മുമ്പ് ഇറക്കിയത് ഗിയർ ഐക്കൺ എക്സ് എന്നാണ്. അതിനുശേഷം ഇറക്കിയതാണ് ഈ ഒരു ബഡ്സ് എന്ന ഇയർഫോൺ. അപ്പോൾ ഈ ഒരു ഇയർഫോണിൻ്റെ അൺബോക്സിങ്ങും ഫസ്റ്റ് ലുക്കുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സെക്ഷനായ അൺബോക്സിങ്ങിലേക്ക് തന്നെ പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബഡ്സ്. ഈ ഒരു ബഡ്സ് എടുക്കുമ്പോൾ തന്നെ ഇവിടെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ഈ ഒരു ബഡ്സ് എന്നുള്ള എഴുത്ത് കാണാം. നല്ല രീതിയിൽ തന്നെ ഒരു മഴവില്ല് നിറത്തിൽ തിളങ്ങുന്നുണ്ട്. ഇതിന് സൈഡിലായിട്ട് ഈ ഒരു ബഡ്സിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലായിട്ട് ഇതിന് കുറച്ച് സ്പെസിഫിക്കേഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പിൻഭാഗത്തായിട്ട് അതുപോലെ ഇതിൻ്റെ സ്പീക്കറിൻ്റെയും മറ്റു സ്പെസിഫിക്കേഷൻസ് ഒക്കെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ഒരു ചെറിയ ബോക്സിനുള്ളതായിട്ട് കുറച്ച് യൂസർ മാനുവലാണ് കാണുന്നത്. അതിനുശേഷം ഈ ഒരു ബോക്സ് ഇതിനുള്ളതായിട്ടൊരു ടൈപ്പ് സി ചാർജിങ് കേബിള്, പിന്നെ കുറച്ചധികം ബഡ്സ്, അതുപോലെ ഇതിനിടാൻ പറ്റുന്ന റിങ്ങുകളാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെയാണ് നമ്മുടെ ഈ ഒരു ബഡ്സ് വരുന്നത്. ഇതാണ് നമ്മുടെ ബഡ്സ്. ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇത്രയുമാണ് ഈ ഒരു ബോക്സിനകത്ത് വരുന്നത്. അപ്പോൾ അൺബോക്സ് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ ഡിവൈസ് ഇതാണ് ഗാലക്സി ബഡ്സ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഒറ്റനോട്ടത്തിൽ നമുക്ക് കാണുമ്പോൾ ഒരു ദീർഘവൃത്താകൃതിയുള്ള ഡിസൈനാണ് ഇത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് പൂർണ്ണമായും ഒരു പ്ലാസ്റ്റിക് ബിൽഡുമാണ്. അതുതന്നെ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലുമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് സാംസങ് സൗണ്ട് ബൈ AKG എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു എഴുത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ഗ്ലോസി ഫിനിഷിലാണ്. പിന്നെ വരുന്നത് ഇതിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് വോൾട്ടേജുകളാണ്. ഇതിൻ്റെ പിൻഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ടൈപ്പ് സി ഇൻപുട്ട് സ്ലോട്ടാണ് കാണാൻ സാധിക്കുക. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു LED ഇൻഡിക്കേഷനും അതിന് തൊട്ട് മുകളിലായിട്ട് ഒരു ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു ബഡ്സിൻ്റെ ഡോറ് ഓപ്പണിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലൂടെ നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു ഡോറ് ഇതുപോലെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇത് ഓപ്പൺ ചെയ്താൽ ഇതിനുള്ളിലായിട്ട് ഒരു ലെഫ്റ്റ് റൈറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന് സെൻട്രലായിട്ട് ഒരു LED ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബോക്സിലേക്ക് ഇറക്കി വെച്ച രീതിയിലാണ് ഈ രണ്ട് ബഡ്സും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന് മുകളിലായിട്ടും അതുപോലെ രണ്ട് ഹോള് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബഡ്സ് കറക്റ്റായിട്ട് ഇതിൽ ഫിറ്റ് ആയിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ബഡ്സിന്റെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ 4 കണക്ടറുകൾ രണ്ട് ബഡ്സിലുമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ചാർജിങ് കണക്ഷനുകളാണ്. കൂടാതെ ഈ ഒരു ബഡ്സ് നോക്കുകയാണെങ്കിൽ ഇത് കുറച്ച് ചെവിയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന തരത്തിലുള്ള ബഡ്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ തന്നെ 2 കണക്ഷനും പിന്നെ ഒരു സെൻസറും കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെവിയിലൊക്കെ കണക്ട് ചെയ്തിരിക്കുന്ന സമയത്ത് റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ സോങ് പോസ് ആവാനൊക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെൻസർ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ആംബിയൻ സൗണ്ട് എന്നുള്ള ഓപ്ഷനും ഈ ഒരു സെൻസർ ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ഏറ്റവും പുറം ഭാഗത്തായിട്ട് നല്ലൊരു ഗ്ലോസി ഫിനിഷിലാണ് ഇതിന്റെ ടച്ച് പാഡ് കൊടുത്തിട്ടുള്ളത്. അതിന് താഴെയായിട്ട് മൈക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സെന്റർ ഭാഗത്തായിട്ട് ഒരു റൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് റിമൂവ് ചെയ്ത് ഇതിന്റെ മീഡിയം ലാർജ് സൈസ് എന്നിങ്ങനെ മാറ്റി ഫിക്സ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ബഡ്സും നമുക്ക് മാറ്റാൻ സാധിക്കും. ഇതിന്റെ ഉള്ളിലായിട്ട് റൈറ്റ് ലെഫ്റ്റ് എന്നിങ്ങനെ 2 ബഡ്സുമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് ഈ ഒരു ബഡ്സിന്റെ ഡിസൈൻ വരുന്നത്. പിന്നെ ഒരു ബഡ്സിന്റെ ഓപ്പണിംഗ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും നിൽക്കുക. പിന്നെ ഈ ഒരു ഡോറ് ലൂസ് ആയിട്ടാണ് ഉള്ളത്. ഒന്ന് മുകളിലേക്ക് ഒന്നുകൂടെ പുഷ് ചെയ്ത് കൊടുത്താൽ ഇതിപ്പോൾ ലോക്ക് ആയിട്ടുണ്ട് മുകളിലേക്ക്. ഇപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഓപ്പൺ ആയി. ഇനി നമുക്ക് ഇത് ഫോണുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ശേഷം ഈ ഒരു ബഡ്സിന്റെ പ്രവർത്തനം നമുക്ക് പൂർണ്ണമായിട്ടും നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ സാംസങ്ങിന് തന്നെ ഗാലക്സി വേരിയബിൾ എന്നുള്ളൊരു സോഫ്റ്റ്വെയർ ലഭിക്കും. ഇത് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുന്നതാണ്. ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് ഈ ഒരു ബഡ്സ് കണക്ട് ചെയ്ത് കാണാൻ സാധിക്കും. കൂടാതെ ഇതിന്റെ ഒരു ചാർജിങ് നമുക്ക് കാണാം. ഈ ഒരു ബാറ്ററി കേസിൽ നമുക്ക് ഇതിന്റെ ചാർജിങ് കാണാൻ സാധിക്കുകയില്ല. ഗ്രീൻ LED മാത്രമാണ് ബ്ലിങ്ക് ചെയ്യുന്നത്. ഏത് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ ചാർജ് കമ്മിയുള്ളത് കൂടുതലുള്ളതൊന്നും കാണാൻ സാധിക്കില്ല. അതിനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. കൂടാതെ അതിന് താഴെയായിട്ട് ഈക്വലൈസർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ ഒരു 5 തരത്തിലുള്ള ഈക്വലൈസർ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ നോട്ടിഫിക്കേഷൻ സെറ്റിങ്സ്, അതിനുശേഷമാണ് ടച്ച് പാഡ് എന്ന് വരുന്നത്. അതായത് നമ്മൾ സിംഗിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബഡ്സിൽ നമ്മൾ മ്യൂസിക് ഒക്കെ ആസ്വദിക്കുകയാണെങ്കിൽ അത് പ്ലേ പോസ് ചെയ്യുന്നതിനും, അതുപോലെ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് കോളൊക്കെ അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. പിന്നെ ട്രിപ്പിൾ ടാപ്പാണ്. ട്രിപ്പിൾ ടാപ്പ് എന്ന് പറയുമ്പോൾ അത് പ്രീവിയസ് ട്രാക്കാണ്. അതായത് നമ്മൾ ഇതിന് മുമ്പ് കേട്ട സോങ്ങിലേക്ക് പോവുകയും ചെയ്യും. പിന്നെ വരുന്നത് ടച്ച് ആൻഡ് ഹോൾഡ് എന്നുള്ള ഓപ്ഷനാണ്.
ഈ ടച്ച് ആൻഡ് ഹോൾഡ് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് വരുന്നത് കോള് കട്ട് ചെയ്യാനാണ്. അതുപോലെ തന്നെ ഇതിന് താഴെയായിട്ട് നമുക്ക് ടച്ച് ആൻഡ് ഹോൾഡിൽ ലെഫ്റ്റ് റൈറ്റ് സെപ്പറേറ്റഡ് ആയി കാണുന്നുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വോയിസ് കമന്റ്, അതായത് നമ്മൾ ഗൂഗിളിൽ സംസാരിക്കാം, ഗൂഗിളിനോട് കമന്റ് കൊടുക്കാം. അതുപോലെ തന്നെ ക്വിക്ക് ആംബിയൻ സൗണ്ട്, അതുപോലെ ആംബിയൻ സൗണ്ട്, പിന്നെ വോളിയം ഡൗണ് എന്നിങ്ങനെയാണ്. പിന്നെ റൈറ്റിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൽ വോളിയം അപ്പാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ആംബിയൻ സൗണ്ട് എന്നാണ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ഒരു ആംബിയൻ സൗണ്ട് എന്ന ഓപ്ഷൻ എനേബിൾ അല്ല, കാരണം നമ്മുടെ ഈ ഒരു ഇതിൽ കാണിക്കുന്നുണ്ട് പുട്ട് ഇൻ ബോത്ത് ഇയർബഡ്സ് എന്ന്. അതായത് നമ്മുടെ ഈ ഇയർബഡ്സ് നമ്മുടെ ചെവിയിൽ വെച്ചാൽ മാത്രമാണ് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആവുക. നമുക്കപ്പോൾ ഈ ഒരു ബഡ്സ് നമ്മുടെ ചെവിയിൽ കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ബഡ്സ് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനോട് കൂടെ നമുക്ക് ഒരു സ്മാൾ സൈസ് അതുപോലെ ലാർജ് സൈസ് ബഡ്സുകൾ ലഭിക്കുന്നുണ്ട്. അത് നമ്മുടെ ചെവിയിലേക്ക് കറക്റ്റ് ആയിട്ടുള്ള സൂട്ട് ആയിട്ടുള്ളത് നോക്കി സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമാണ് ഇതിൻ്റെ ഒരു വോളിയം ഔട്ട്പുട്ട് നമുക്ക് അല്ലെങ്കിൽ ബേസ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ചെവിയിൽ വെക്കുമ്പോൾ ഇതുപോലെ കുറച്ച് നമുക്ക് അലസരമായിട്ട് തോന്നാനും വേദനയൊക്കെ എടുക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഞാൻ കറക്റ്റ് ആയിട്ടുള്ളതും സെലക്ട് ചെയ്തിട്ട് ചെവിയിലേക്ക് ഫിറ്റ് ചെയ്യുകയാണ്. ഈ ഒരു ബഡ്സ് ചെവിയിൽ ഫിറ്റ് ചെയ്യുമ്പോൾ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പുറത്തുനിന്നുള്ള സൗണ്ട് ഒന്നും കേൾക്കുകയില്ല. അതായത് ഇത് റബ്ബർ ആയതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ചെവിയിൽ ഫിറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള സൗണ്ടൊക്കെ നമുക്ക് വളരെ കമ്മിയായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ പുറത്തുനിന്നുള്ള ഈ ഒരു സൗണ്ട് കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ആംബിയന്റ് സൗണ്ട് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചെവിയിൽ ഇത് കണക്ട് ചെയ്തപ്പോൾ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ ഇത് ഓഫ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇത് ഓൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് കേൾക്കാൻ സാധിക്കുന്നത് പുറത്തുനിന്നുള്ള ഈ ഒരു ചെറിയ ചെറിയ സൗണ്ടൊക്കെ എനിക്ക് വ്യക്തമായിട്ട് കേൾക്കാം. കാരണം ഇതിൻ്റെ ഒരു മൈക്കിലൂടെ ആ സൗണ്ട് എടുത്തതിന് ശേഷം നമുക്ക് സ്പീക്കറിലൂടെ കേൾപ്പിച്ച് തരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് പുറത്തുള്ള സാധാരണ രീതിയിൽ തന്നെ സൗണ്ട് കേൾക്കാൻ സാധിക്കും. ഇതിൽ തന്നെ ഈ ഒരു ആംബിയൻ സൗണ്ട് വോളിയം എന്നുള്ള കൊടുത്തിട്ടുണ്ട്. ഇത് പറ്റ കുറച്ചാൽ നമുക്ക് വലിയ രീതിയിലൊന്നും കേൾക്കുകയില്ല, കുറഞ്ഞ രീതിയിലുള്ള സൗണ്ട് കേൾക്കുകയുള്ളൂ. ഇത് കൂട്ടുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വളരെ നല്ല രീതിയിൽ നോയ്സ് ഇതിലെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു മീഡിയത്തിൽ വെക്കാം. അതുപോലെ തന്നെ വോയിസ് ഫോക്കസ് എന്ന് കൊടുക്കുമ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ സംസാരിക്കുക, അതുപോലെ എന്തെങ്കിലും ഒരു സൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് പിക്കപ്പ് ചെയ്ത് നമുക്ക് കേൾപ്പിക്കാൻ സാധിക്കും. പിന്നെ ഫൈൻഡ് മൈ ഇയർബഡ്സ് എന്നുള്ള ഓപ്ഷനാണ്. ഈ ഒരു ഇയർബഡ്സ് നമുക്ക് ഇത് സെലക്ട് ചെയ്ത് നോക്കാം. ഇത് സെലക്ട് ചെയ്ത് സെർച്ച് സ്റ്റാർട്ട് എന്ന് ബട്ടൺ കൊടുക്കാം. അതായത് ഇതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ബഡ്സ് ചെവിയിൽ നിന്ന് പുറത്തെടുക്കാം. ഇനി ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് സ്റ്റാർട്ട് എന്ന് കൊടുക്കുമ്പോൾ നമ്മുടെ ബഡ്സ് ഇതുപോലെ സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങും. അത്യാവശ്യം നല്ല ലൗഡുള്ള സൗണ്ട് തന്നെയാണ്, എങ്കിലും ഏകദേശം ഈ ഒരു സൗണ്ടാണ് ഇതിൽ നിന്ന് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല സൗണ്ട് തന്നെയാണ് ഇതിൽ നിന്നും ഔട്ട്പുട്ട് വരുന്നത്. പക്ഷെ ഞാനിപ്പോൾ ഒരു ഹാളിൽ വെച്ചിട്ടാണ് ഇത് ചെക്ക് ചെയ്തത്. ഈ ഒരു ഹാള് തന്നെ വളരെ നിശബ്ദമായ ഒരു ഹാളായിരുന്നു. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 5-6 മീറ്റർ ദൂരത്തു നിന്നൊക്കെ എനിക്ക് ഈ ഒരു ബഡ്സിന്റെ ശബ്ദം കേൾക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ആൾക്കൂട്ടത്തിലും അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് ഈ ഒരു ബഡ്സ് കളഞ്ഞു പോകുകയാണെങ്കിൽ ഈ ഒരു സൗണ്ട് കൊണ്ടൊന്നും വലിയ പ്രയോജനമൊന്നുമില്ല. എങ്കിൽ നമ്മൾ ഓഫീസ് അതുപോലെ വീട്ടിൽ റൂമിലൊക്കെ എവിടെയാണ് വെച്ചത്, നമ്മൾ കിടക്കുന്ന സമയത്തൊക്കെ വെച്ചിട്ട് കിടക്കുമ്പോൾ രാവിലെ കാണാനില്ലെങ്കിൽ ഈ ഒരു സൗണ്ട് ഉപയോഗിച്ച് നമുക്ക് അത്യാവശ്യം ഈ ഒരു ബഡ്സ് തിരഞ്ഞെടുക്കാനൊക്കെ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ബഡ്സിന്റെ സൗണ്ട് ക്വാളിറ്റി അതുപോലെ ബേസ് ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാനൊരു സോങ് ഇട്ടിട്ട് ചെക്ക് ചെയ്യട്ടെ. പിന്നെ ഈ ഒരു ബഡ്സിന്റെ ചാർജിങ് ബാക്കപ്പ് പറയുന്നത് ഒരു 13 മണിക്കൂറാണ്. അതായത് ഈ ഒരു ബഡ്സിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് ഏകദേശം ഒരു 6 മണിക്കൂർ വരെ നമുക്ക് തുടർച്ചയായിട്ട് മ്യൂസിക് ആസ്വദിക്കാൻ സാധിക്കും. പിന്നെ ഈ ഒരു കേസിലേക്ക് നമ്മൾ ബഡ്സ് ഇട്ടതിന് ശേഷം ചാർജ് ചെയ്താൽ വീണ്ടും ഒരു 6-7 മണിക്കൂർ വരെ കേൾക്കുവാൻ സാധിക്കും. ഏകദേശം ഒരു 13 മണിക്കൂർ വരെ നമുക്ക് ഈ ഒരു ബഡ്സ് ഉപയോഗിച്ച് മ്യൂസിക് ആസ്വദിക്കാൻ സാധിക്കും. കൂടാതെ ഇതിന്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ചാർജിങ് കേസിൽ നമുക്ക് ഒരു തവണ മാത്രമാണ് ബഡ്സ് ഫുൾ ചാർജ് ചെയ്യാൻ സാധിക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ചാർജിങ് കേസ് ചാർജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ കൂടാതെ ഈ ഒരു കേസ് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് പുതിയതായിട്ട് ഇറങ്ങിയ ഈ ഒരു സാംസങ്ങിന്റെ ഫോണായ നോട്ട് 10 സീരീസിലൊക്കെ റിവേഴ്സ് വയർലെസ് ചാർജിങ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ പുറത്ത് വെച്ച് നമുക്ക് ഈ ഒരു ബഡ്സ് ചാർജ് ചെയ്യാവുന്നതാണ്. പക്ഷെ എല്ലായ്പ്പോഴും ഇത് പോസിബിൾ അല്ല, കാരണം എല്ലാവരുടെ കയ്യിലും സാംസങ്ങിന്റെയോ അതുപോലെ റിവേഴ്സ് ചാർജിങ് ഉള്ള ഫോണൊക്കെ ഉണ്ടായിക്കോണമെന്നില്ല. എങ്കിലും ഇതും ഒരു പോസിബിലിറ്റി ആണെന്ന് പറയാം. അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ നമ്മൾ വീട്ടിൽ നിന്നും പെട്ടെന്ന് പുറത്തിറങ്ങുകയാണെങ്കിൽ നമ്മൾ ഡ്രസ് ചെയ്യുന്ന സമയം ഒന്ന് ചാർജ് ചെയ്ത് വെച്ചാൽ ഒരു 1.5-2 മണിക്കൂർ വരെ നമുക്ക് ഇത് ഉപയോഗിച്ച് മ്യൂസിക് ആസ്വദിക്കാൻ സാധിക്കും. ഈ ഒരു ബഡ്സ് IPX2 സ്പ്ലാഷ് റെസിസ്റ്റന്റുമാണ്. ഈ ബഡ്സ് വരുന്നത് 3 കളറിലായിട്ടാണ്. ബ്ലാക്ക് അതുപോലെ വൈറ്റ് യെല്ലോ എന്നീ നിറങ്ങളിൽ നമുക്ക് ലഭിക്കും. ബ്ലൂടൂത്ത് 5-ലാണ് ഈ ഒരു ബഡ്സ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 10 മീറ്ററിലധികം ദൂരത്ത് നമുക്ക് ഈ ഒരു ബഡ്സ് ഫോണുമായിട്ട് പെയർ ചെയ്യാൻ സാധിക്കും.
പിന്നെ കൂടാതെ ഈ ഒരു ബഡ്സിന്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത് നമ്മുടെ ഈ ഒരു ബോക്സിന് 252 mAh അതുപോലെ ഈ ഒരു ബഡ്സിൽ വരുന്നത് 58 mAh ആണ്. പിന്നെ ഈ ഒരു ബോക്സിലെ ചാർജിങ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് വെച്ചാൽ 3 കളറുകളിലായിട്ടാണ് ഇതിന്റെ ഈ ഒരു പുറംഭാഗം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. റെഡ്, യെല്ലോ, ഗ്രീൻ എന്നിങ്ങനെ. റെഡിലാണ് ഈ ഒരു LED ബ്ലിങ്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 0 to 30% വരെ ചാർജും, അതുപോലെ പിന്നെ യെല്ലോയിലാണ് എന്നുണ്ടെങ്കിൽ ഒരു 30 to 60% ചാർജും, പിന്നെ ഗ്രീനിലാണെന്നുണ്ടെങ്കിൽ 60 to 100% ചാർജുമാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ബഡ്സിന്റെ ചാർജ് അറിയാനും ഇതിന്റെ ഉള്ളിലായിട്ട് ഒരു LED കൊടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുക. കൂടാതെ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ബഡ്സിൽ എത്രത്തോളം ചാർജ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഗാലക്സി ബഡ്സിന്റെ അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലെയുള്ള വീഡിയോസ് ഒക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു.